പക്ഷേ അട്ടപ്പാടിയും വയനാടൊന്നും അങ്ങനെയല്ല. അതിനേക്കാളും കൂടുതലുള്ളത് കോഴിക്കോട്, കണ്ണൂർ, ഈ പറഞ്ഞ മലപ്പുറം, ഈ ജില്ലകളൊക്കെ ദാരിദ്ര്യം ശരിക്കും ഉണ്ട്. തിരിച്ച് കണ്ണൂരും മലപ്പുറമൊക്കെ നമുക്ക് സങ്കടം തോന്നും, ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. ഇപ്പോൾ കണ്ണൂർ ജില്ല നമ്മളെയൊക്കെ സംബന്ധിച്ച് സ്വപ്നഭൂമിയാണ്, കമ്മ്യൂണിസ്റ്റുകാരുടെ കേന്ദ്രമൊക്കെയാണ്. പക്ഷേ 40 വർഷമായിട്ട് അവിടുത്തെ മുഴുവൻ പഞ്ചായത്തുകളും ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. മുഴുവൻ പഞ്ചായത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ വല്ല 10-20 പഞ്ചായത്ത് കാണും, ബാക്കി 70-80 പഞ്ചായത്തുകൾ അവരാണ് ഭരിക്കുന്നത്. എത്രയോ കാലങ്ങളായിട്ട് ഭരിക്കുന്നത്. അങ്ങനെയുള്ള പഞ്ചായത്തുകളിലെ കോളനികളിൽ പോയാൽ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം തോന്നും. ഞാനവിടെ പോയി ഒരു കോളനിയിൽ, അത് ഇരിട്ടി അടുത്താണ്, പണിയ കോളനിയാണ്. അപ്പോൾ കിണറുണ്ട്, ആ കിണറ്റിൻ്റെ ചുറ്റും നിന്നിട്ടാണ് ഓപ്പണായിട്ടാണ് എല്ലാവരും കുളിക്കുന്നത്. പുരുഷന്മാർ കുളിക്കും, സ്ത്രീകളും കുളിക്കും. അത് ഒന്ന്. അവിടെ നോക്കുമ്പോൾ കക്കൂസും ഒന്നും ഇല്ല എല്ലാ വീട്ടിലും. അപ്പോൾ കോമൺ ആയിട്ട് 1-2 ഉണ്ട്, അതിങ്ങനെ ചവിട്ടി പൊളിച്ചിട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കും, അങ്ങനെ പോകും. വീടുകൾ പകുതി പണിത വീടുകളാണ് മുഴുവൻ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് ഈ ഇതില്ലേ, പഴശ്ശി ഡാമുണ്ട്, ഇവിടുന്ന് അവിടെ പോകുമ്പോൾ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെയും പോകുമ്പോഴാണ് ഈ പഴശ്ശി ഡാമൊക്കെ. ആ പഴശ്ശി ഡാമിൻ്റെ സൈഡിലായി കോളനിയൊക്കെ, ഈ പറഞ്ഞ കോളനി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര ദുഃഖമാണ് ശരിക്കും, അത് ദാരിദ്ര്യമുണ്ട്. പിന്നെ മദ്യപാനത്തിൻ്റെ രൂക്ഷമായ എഫക്റ്റ് ഉണ്ട് അവർക്ക്, അത് ഞാൻ അവരുടെ ഇതിന് വിടുവാണ്. പക്ഷെ അല്ലാത്ത ദാരിദ്ര്യമുണ്ട്. ഭക്ഷണം കിട്ടായെയും അരി കിട്ടായെയും. ഇപ്പോൾ റേഷൻ കിട്ടുന്നുണ്ടെങ്കിലും റേഷൻ കടയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർക്ക് മിസ് ചെയ്യാറുള്ളത്. അത് അവിടുത്തെ റേഷൻ കടക്കാരൻ മറിച്ച് വിൽക്കുമോ, ഇതൊക്കെ എല്ലാ നാട്ടിലും നടക്കുന്നേക്കാളും കൂടുതൽ അവിടെ നടക്കും. കാരണം ആരും ചോദിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ മുഖം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലായ്മയുണ്ട്, ക്ലാസ്സിൽ പോകാത്തതും സ്കൂളില്ലാത്തതും സ്കൂളിലെ അസൗകര്യങ്ങളും പിന്നെ ഈ മൃഗങ്ങളുടെ അസൗകര്യങ്ങളും അതൊക്കെ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഉണ്ട്. കണ്ണൂരും മലപ്പുറത്തും വളരെ കൂടുതലാണ്. വയനാട്ടിൽ ഇല്ലായില്ല, പക്ഷേ അതിനേക്കാൾ കോഴിക്കോട് കുറവാണ്. ഈ 2 ജില്ലകളിൽ വളരെ കൂടുതലാണ്. പക്ഷേ ഇടുക്കി ജില്ലയിൽ നിങ്ങൾക്ക് ഈ മുതുവാന്മാരുടെ ഇടയ്ക്ക് മൃഗങ്ങളുടെ യാതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. ദാരിദ്ര്യം അവിടെ ഉണ്ട്. അതേപോലെയാണ് ഈ വീടില്ലാത്ത പ്രശ്നവും. ഈ മുണ്ടുകടവ് എന്ന് പറഞ്ഞൊരു കോളനിയുണ്ട് നിലമ്പൂർ. അത് 100-120 വീടുള്ളതായിരുന്നു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അത് മുഴുവൻ ഒഴുകിപ്പോയി. വീട് വയ്ക്കാൻ സ്ഥലമില്ല, മുഴുവൻ ചതുപ്പായി. ഇപ്പോൾ ഇപ്പോഴും പോയാൽ കാണാം. അപ്പോൾ സർക്കാർ നിങ്ങൾക്കിപ്പോൾ ഭൂമി വന്നേക്കാന്നൊക്കെ പറഞ്ഞു, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ അവിടെ പോത്തൻ എന്ന് പറഞ്ഞൊരു വലിയ എസ്റ്റേറ്റ് ഉടമയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്നാൽ പോത്തൻ്റെ ഭൂമി അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണ്, 90 വർഷത്തേക്ക് കൊടുത്തിട്ട് കാലാവധി കഴിയുമല്ലോ, അത് സർക്കാർ ഏറ്റെടുത്തിട്ട് ഇവർക്ക് കൊടുത്തോ. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരാണ്. തൽക്കാലം ഇവരിതങ്ങ് അംഗീകരിച്ചു. ഞങ്ങളിത് പറയുമ്പോൾ പിന്നെ പിൻവാക്കം പോകുന്ന വെച്ചാൽ പിന്നെയായി സർക്കാർ ആലോചിക്കുകയും, രാഷ്ട്രീയക്കാരങ്ങനെയാണല്ലോ, നമ്മൾ ചെന്ന് പറയുമ്പോൾ ഇപ്പം റെഡിയാക്കാമെന്ന് പറയും. അത് കഴിഞ്ഞാൽ ആരും ആലോചിക്കടാ അത് കൊടുത്താൽ അത് ഇന്നയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ അതിപ്പോഴും ഭൂമി കിട്ടാതിരിക്കും. നിലമ്പൂരിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ കഷ്ടിയുള്ളൂ ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. കല്ലായി പഞ്ചായത്തിലെ സ്ഥലമാണ്, പുഴ വന്ന് കയറിപ്പോയതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് ഈ മലപ്പുറം ജില്ലയ്ക്കും കോഴിക്കോട് ജില്ലയ്ക്കും ഇടയ്ക്കൊരു സ്ഥലം ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെയാണ്. അത് ഈ ചാലിയാർ പഞ്ചായത്തിലാണ് വരുന്നത്. അവിടെ ഇതുപോലെ തന്നെയാണ്. അവിടെയും ഭൂമിക്ക് വേണ്ടി, ഭൂമി ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുവാണ്. ഭൂമിയില്ല, പക്ഷെ കുടിലൊക്കെ വെച്ച് കെട്ടി അങ്ങനെ നിൽക്കും. പ്ലാസ്റ്റിക്കാണ് എല്ലാം. അപ്പോൾ ആ ഒരു ദുഃഖം അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും രൂക്ഷമല്ല വയനാട്ടിൽ എന്താണെന്ന് വെച്ചാൽ അത് നല്ല തറയും നല്ല ഷീറ്റും, അത് കുറേ കൂടി ബെറ്ററാണ്. അട്ടപ്പാടിയിൽ ഇപ്പോഴൊക്കെ മാറിപ്പോയി.
അവിടെ ഉള്ളത് വേറെ ചില പ്രശ്നങ്ങളാണ് വനവാസികളുടെ ഇടയ്ക്ക്. അപ്പോൾ ഈ ഒരു ദാരിദ്ര്യത്തിൻ്റെ മുഖം കാണുന്ന 2 ജില്ലയാണ് കണ്ണൂർ ജില്ലയും ഈ പറഞ്ഞ മലപ്പുറം ജില്ലയും. അതാണുള്ളത്. പിന്നെയുള്ളത് ഇവരുടെ മദ്യപാനം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. പക്ഷേ അത് നമ്മൾ കാണണം, അപ്പോഴേ അതിൻ്റെ ആ രസികതയോ ദുഃഖമൊക്കെ മനസ്സിലാവുള്ളൂ. ഒത്തിരി ഉണ്ട് ആ കഥ. കാസർഗോഡ് ജില്ലയിലെ ഒരു കോളനി, അവർ ഈ മാവിലാൻ വിഭാഗത്തിൽ പെടും. അവർ പണിക്ക് പോയിട്ടാണ്, കൂലിപ്പണി എടുക്കുന്നവരാ. ഈ മദ്യപാനം അവരുടെ ഒരു പ്രശ്നമാണ്. ഞാനൊരു കോളനി ഒരു വീട്ടിൽ പോയി. അവിടെ നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ തക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ +2 പഠിക്കുന്നു. അപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞു, മാഷ് വരണ്ട, സന്ധ്യയായില്ലേ, വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും. അപ്പോൾ എൻ്റെ കൂടെ വേറെ 2 പ്രവർത്തകർ ഞങ്ങളവിടെ പോയി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അയാളുടെ അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് വീട്ടിലേക്കാണ്. അയാളിങ്ങനെ ആടി വന്ന് ഈ വീടിൻ്റെ അവിടെ വരികയും ഒരൊറ്റ വീഴ്ചയാണ്, പച്ചക്കറി മുഴുവൻ അവിടെ വീണു. അപ്പോൾ ഈ കുട്ടി വരാണ് എല്ലാ ദിവസവും ഇതുവരെയാണ്. ഈ അച്ഛൻ വരുന്നത് 4:15 ഇങ്ങനെ ഉരുണ്ടിട്ടാണ് വരിക. വന്ന ഉടനെ അങ്ങ് വീഴുവാണ്. പിന്നെ 10 മണി വരെ എഴുന്നേക്കില്ലാന്ന്. അപ്പോൾ ഈ ഒരു അരക്ഷിതാവസ്ഥയുള്ള വീടുകളാണ്. ഒരു വീടല്ല, ഇത് സോമനിയാണ്. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യമുണ്ട്.